അപ്പൊ ലോകത്ത് ഇന്ന് പല പണ്ഡിതന്മാരുടെ കൂട്ടായ പണ്ഡിതന്മാരുടെ വേദികളുണ്ട്. ഫത്വ, ഈ ഫിഖ് അക്കാദമികൾ, ലജ്നത്ത് ഫത്വ കൗൺസിലുകൾ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് വേദികളുണ്ട്. ലോക രാഷ്ട്രങ്ങളിലുള്ള പ്രഗത്ഭരായ മുസ്ലിം പണ്ഡിതന്മാർ ഉൾക്കൊള്ളുന്ന OICയുടെ കീഴിലുള്ള ഒരു ഫിഖ് കൗൺസിലുണ്ട്, റാബിത്തയുടെ കീഴിലുള്ള ഒരു ഫിഖ് കൗൺസിലുണ്ട്, അസ്ഹർ യൂണിവേഴ്സിറ്റി ലോകത്തെ ഏറ്റവും പ്രശസ്തമായ ഈജിപ്തിലുള്ള അതിന്റെ കീഴിൽ ഒരു റിസർച്ച് സമിതിയുണ്ട്. അതിന്റെ പുറമെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ഫിഖ് അക്കാദമി ഉണ്ട്. ലോകത്ത് അറിയപ്പെട്ട ഫിഖ് അക്കാദമി വലിയ പണ്ഡിതന്മാരുള്ളതാണ്. അപ്പൊ അതിന്റെയൊക്കെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ അവരിങ്ങനെ ഒരു ഫത്വാന്റെ ഇറക്കലല്ല. അങ്ങനെ ചില ആളുകൾ പറ്റിയത് ഈ മൗലവിമാര് മുസ്ലിയാക്കന്മാര് കിതാബ് നോക്കി ഓൽക്ക് ലോകത്തെ പറ്റിയൊന്നും അറിയില്ല. അവരിങ്ങനെ മനുഷ്യന്റെ ആവശ്യങ്ങളെ പറ്റിയൊന്നും ധാരണ ഇല്ലാതാണ്. അങ്ങനെയൊന്നല്ല, അത് അവർ മനുഷ്യന് അറിവില്ലാത്തതിന്റെ ശത്രുവാണ്. ഇൻസാനും അതുവും ആ ജഹീൽ എന്നൊരു കാപ്തവാക്യം ഉണ്ടാവും പോലെ അറിവില്ലാത്തത് കൊണ്ട് അങ്ങനെ പറയുന്ന ഇവരെന്താ ചെയ്യാന്നറിയോ? എന്താണ് ഇൻഷുറൻസ് എന്ന് ആദ്യം പഠിക്കും. അത് പഠിക്കുക എങ്ങനെയാണ്? ഇൻഷുറൻസ് അതുപോലുള്ള മേഖലയിൽ പ്രാവീണ്യം നേടിയ ആളുകളെ ഈ പണ്ഡിതന്മാർ വിളിച്ചു വരുത്തുകയും അവരെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കുകയും ചെയ്യും. എന്താണിത് സംഗതി? അവയവദാനത്തിന്റെ ഫത്വ ഇസ്ലാമിക വിധി എന്താ പറയണെങ്കിൽ എന്താണ് അവയവദാനം എന്ന് അവർക്ക് അങ്ങനെ അത് കേട്ടിട്ട് അത് ഇസ്ലാമിക ശരീഅത്തിലെ ഏത് തലത്തിലാണ്, ഏത് കോളത്തിലാണ് അത് വരിക? മുമ്പുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു ഇടപാടിന്റെ കോളത്തിലാണോ ഇൻഷുറൻസ് വരിക? അതല്ല പുതിയ ഒരു സംവിധാനമാണോ? ഇങ്ങനെ നോക്കിയപ്പോൾ നിലവിലുള്ള നമ്മുടെ നാട്ടിലെ ഈ വാണിജ്യ ഇൻഷുറൻസ്, ജനറൽ ഇൻഷുറൻസ് പരിശോധിച്ചപ്പോൾ ഇസ്ലാം വിലക്കിയ പ്രധാനപ്പെട്ട 3 അല്ലെങ്കിൽ 4 കോളങ്ങളിലാണ് ഇത് വരിക. നിലവിലുള്ള ഘടന അനുസരിച്ചാണ് പറഞ്ഞത്. ലോകത്ത് 2 രൂപത്തിലുള്ള ഇൻഷുറൻസുകളുണ്ട്. ഒന്ന് ഇസ്ലാമിക് ഇൻഷുറൻസ്, കോഓപ്പറേറ്റീവ് ഇൻഷുറൻസ്. നേരത്തെ ഞാൻ പറഞ്ഞ ഉദാഹരണം അതിന് പെട്ടതാണ്. തക്കാഫുൽ സ്കീം എന്ന് പറയും. ആ ഇസ്ലാമിക് ഇൻഷുറൻസ് തന്നെ ഖത്തറിലുണ്ട്. വേറെ രാഷ്ട്രങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിനെപ്പറ്റിയല്ല നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. നമ്മളെ നാട്ടിൽ കാണപ്പെടുന്ന അതിന് അറബിയിൽ തിജാരി വ്യാപാര ഇൻഷുറൻസ് എന്നാ പറയാ. ജനറൽ ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ് എന്നൊക്കെ നമ്മൾ ആ വ്യത്യസ്തമായ രൂപത്തിൽ കാണാം. ഈ മോട്ടോർ വാഹന ആക്സിഡന്റ്, പിന്നെ ബിൽഡിങ്ങുകള്, ഇതൊക്കെ അതിൽ പെട്ടതാണ്. പിന്നെ വ്യക്തികളുടെ മരണം. അതെ 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 അതെ. അപ്പോ ഈ മരണവുമായി ബന്ധപ്പെട്ട ലൈഫ് ഇൻഷുറൻസിലാണ് ഇത് ബിൽഡിങ്ങുകൾ ഇങ്ങനത്തെ ഒക്കെ ഇതിലാണ് ഉൾപ്പെടുക.